Hello everyone, welcome back to our channel. This is me with Mallu episode. My dear മുത്തുമണികളെ, നമ്മൾ ഒരുപാട് ഫൈറ്റുകൾ കണ്ടു. ഇത്രയും നാളും നമ്മൾ കാത്തിരുന്ന ദ റിയൽ ഹീറോ നറൂട്ടോ കുട്ടപ്പന്റെ ഫൈറ്റിനുള്ള സമയമായി. ഒരല്പം ഡിലേ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി, ക്ഷമിക്കുക. എന്തായാലും ഒട്ടും തന്നെ മാറ്റുകുറയാതെ നമ്മുടെ നറൂട്ടോ കുട്ടപ്പന്റെ അടി തുടങ്ങാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് കടന്നുചെല്ല. അപ്പോ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരെല്ലാവരും ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നുചെല്ല. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കിബ ആവട്ടെ നറൂട്ടോനെ അടിച്ച് സൈഡാക്കാനുള്ളതിന് മണ്ടനായ നമ്മുടെ വില്ലനാവട്ടെ, നീ ഒരിക്കലും ഹൊക്കാകെ ആവില്ല, നിനക്ക് പവറില്ല, എന്റെ മുമ്പിൽ നീ ഒന്നുമല്ല എന്നിങ്ങനെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വില്ലൻ അത് പറഞ്ഞു പൊട്ടിച്ചിരിക്കുമ്പോ ഫ്ലാഷ് ബാക്കില് ക്ലാസ്സിലെ പിള്ളേര് പൊട്ടിച്ചിരിച്ചതും നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ ഓർക്കും. അങ്ങനെ രണ്ട് ടീമും മാറി മാറി ചിരിക്കുമ്പോ ഇവിടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ വീണ്ടും അടിപൊളിയായിട്ട് എഴുന്നേറ്റ് നിന്ന് അടുത്ത അടി വാങ്ങാൻ ഒരുങ്ങും. നീ എത്രയൊക്കെ എന്നെ അടിച്ചാലും ഞാൻ തളരില്ല, ഞാൻ ഫ്യൂച്ചറിലെ ഹൊക്കാഗെ ആണെന്ന് പറയുമ്പോ ഇവിടെ ഹിരട്ടക്കുട്ടപ്പിക്ക് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് തന്നെ നിറഞ്ഞു പോകും. എന്നെ അടിച്ചു തോൽപ്പിച്ച് ഒരിക്കലും നിനക്ക് ഹൊക്കാഗെ ആകാൻ കഴിയില്ല എന്ന് വീണ്ടും നറൂട്ടോ പറയുമ്പോ നീ വീണ്ടും ഇത് തന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഇനി ഇത് പറയാൻ നീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കിബ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോ നറൂട്ടോ കുട്ടപ്പനാവട്ടെ രണ്ട് ബീസ്റ്റുകളും വീണ്ടും കറങ്ങി നറൂട്ടോയുടെ അടുത്ത് വരുമ്പോ ആദ്യം അവനൊന്ന് എസ്കേപ്പ് ആവും. പക്ഷെ രണ്ടാമത്തെ അടി, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നറൂട്ടോ കുട്ടപ്പന് സാധിക്കില്ല. അടി കിട്ടി താഴെ വീഴുമ്പോഴായിരിക്കും ഇവരെ രണ്ടുപേരെയും അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ കുട്ടപ്പന് മനസ്സിലാവുക. കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് മൂലക്കിരുന്ന നറൂട്ടോ കുട്ടപ്പന്റെ അടുത്തേക്ക് വീണ്ടും കിബയും പട്ടിക്കുട്ടിയും പറന്നു വന്ന് പുകയിട്ട് നാനാപുറവും പുക ബോംബൊക്കെ എറിഞ്ഞ് വീണ്ടും അടിക്കുമെങ്കിലും നറൂട്ടോ കുട്ടപ്പൻ അടികൊണ്ട് വീഴാതെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. ഇവൻ ഞാൻ ഉദ്ദേശിച്ച അത്രയും വലിയ മണ്ടനല്ല എന്ന് കിബ കരുതി അവൻ വീണ്ടും അടിക്കാൻ വരും. രണ്ടല്ല, നിങ്ങൾ 4 പേര് വന്നാലും ഞാൻ നിന്നടികൊള്ളും എന്ന് പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പനാവട്ടെ വീണ്ടും സ്റ്റൈലായിട്ട് നിൽക്കാണ്. ഇവിടെ വില്ലൻ കിബയാവട്ടെ അക്കമാർ കുട്ട റെഡി ആയിക്കോന്ന് പറഞ്ഞ് വീണ്ടും പുകയും പാർപ്പിച്ചുകൊണ്ട് നറൂട്ടോ കുട്ടനെ അടിക്കാൻ ചെല്ലും. ഇത്തവണ എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കുട്ടപ്പൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാല് സാധാരണ വാങ്ങുന്നതിലും ഡബിൾ അടി വാങ്ങിക്കെട്ടാണ് നമ്മുടെ കുട്ടപ്പൻ. പട്ടി അടി കൊള്ളും പോലെ പാവൻ നറൂട്ടോ കുട്ടപ്പൻ അടി കൊണ്ടുകൊണ്ടിരിക്കുമ്പോ സാക്കുറയുടെ കണ്ണിൽ കൂടെ അറിയാതെ വെള്ളം ഒഴുകിപ്പോവും. നറൂട്ടോയെ വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത നമ്മുടെ സാക്കുറയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഹിനട്ടക്കുട്ടപ്പയുടെ അവസ്ഥ എന്തായിരിക്കും? അവളുടെ കണ്ണീര് ഒരു ബക്കറ്റിൽ എടുക്കാൻ മാത്രമുണ്ട്. അടി വാങ്ങിക്കെട്ടുന്നതിന്റെ ഇടയിൽ നമ്മുടെ ചെറുക്കൻ ഒരു ജിപ്സ് യൂസ് ചെയ്യുമ്പോ കിബയാവട്ടെ നീ എന്തൊക്കെ യൂസ് ചെയ്താലും നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല. വീണ്ടും പുക കൂടി വരുമ്പോ സാക്കുറയുടെ ടെൻഷൻ കൂടി വരും. ഇത് കണ്ട കാക്കാശി ആവട്ടെ ഒരു സെക്കൻഡ് നീ അങ്ങോട്ട് നോക്കാൻ പറയും. അപ്പോഴാണ് സാക്കുറെ പോലെ തന്നെ ഞാനും സർപ്രൈസ്ഡ് ആയത്. പുകയൊക്കെ മാറിക്കഴിഞ്ഞപ്പോ കിബയെ പോലെ ബാക്കി 2 കിബ, ഒന്ന് റിയൽ കിബ, രണ്ടാമന്റെ പട്ടിക്കുട്ടി, മൂന്നാമത്തത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടപ്പൻ തന്നെ. ഇതില് പട്ടിക്കുട്ടി ഏതാണെന്ന് കിബയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പട്ടിയുടെ കാര്യത്തില് ഏകദേശം തീരുമാനമായെന്ന് കിബയ്ക്ക് മനസ്സിലാവും. ഇത് കണ്ട ഉടൻ ലീ ആവട്ടെ പൊളിച്ചു വച്ചാലേ എന്ന് പറഞ്ഞ് അലറിക്കാറും. നീ എന്തൊക്കെ തരികിട കാണിച്ചാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കിബയാവട്ടെ ഒരൊറ്റ അടി. ഇപ്പൊ എങ്ങനെ അവൻ അടിച്ചു ചോദിക്കുകയാണെങ്കിൽ കിബയ്ക്ക് അവന്റെ സ്മെല്ലിംഗ് കപ്പാസിറ്റി മെഡിസിൻ എടുത്തുകൊണ്ട് തന്നെ ഡബിൾ ആയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മുടെ ആള് ഏതോ ഒരു കിബക്കെട്ട് അടിച്ചത്. അതാരാണെന്ന് അറിയാനായിട്ട് എല്ലാവരും കണ്ണു തള്ളി നോക്കുമ്പോഴായിരിക്കും അടി കിട്ടിയത് മറ്റാർക്കും അല്ല, അവന്റെ നായ്ക്കുട്ടിക്ക് തന്നെയാണ്. അവൻ എന്തോ തരികിട ഒപ്പിച്ചിട്ടുണ്ട്, വിടില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് അടുത്ത കിബക്കെട്ടും ഒരൊറ്റ അടി കൊടുക്കുമെങ്കിലും അത് വീണ്ടും അവന്റെ പട്ടിക്കുട്ടി തന്നെയായിരിക്കും. ഇവൻ ശരിക്കും അടിപൊളിയാണെന്ന് കൊറോണ പോലും ഒരു നിമിഷം ചിന്തിച്ചു പോവും. അപ്പോഴായിരിക്കും ആദ്യം അടി കിട്ടിയ നായി ചാടി എഴുന്നേറ്റ് നമ്മുടെ കിബക്കെട്ട് ഒരൊറ്റ തൊഴി. അപ്പൊ അതാണ് യഥാർത്ഥ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ. തൊഴിയില് കറങ്ങി അട്ടിച്ച് കിബ താഴെ വീഴുമെങ്കിലും അവന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. പക്ഷെ അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അവന്റെ പട്ടിയെ അവനെ കൊണ്ട് തന്നെ അടിപ്പിച്ചതാണ്. കിബയുടെ സ്മെല്ലിംഗ് കപ്പാസിറ്റി ഓൾറെഡി നമ്മുടെ കുട്ടപ്പൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ അടി കിട്ടിയപ്പോ അവൻ നറൂട്ടോ ആയി മാറാതെ പട്ടിക്കുട്ടിയായി മാറിയത്. അവനെ കൺഫ്യൂഷൻ അടുപ്പിച്ചിട്ടാണെങ്കിലും ഒരടി നമ്മുടെ കുട്ടപ്പൻ കൊടുത്തു. ഈ കാഴ്ച കണ്ട് നമ്മുടെ ഗാറ പോലും ഒരു നിമിഷം ഷോക്കാവും. നറൂട്ടോ കുട്ടപ്പൻ വീണ്ടും എഴുന്നേറ്റ് നിന്ന് നീ എന്താ വിചാരിച്ചേ, എന്റെ സൈസിന് ഞാൻ വെറും ചെറുതാണെന്നോ?
നിന്റെ ഈ ലോക്കൽ ജിപ്സു ഒന്നും എന്റെ അടുത്ത് വില പോകില്ല എന്ന് പറയുമ്പോ കിബയ്ക്ക് മനസ്സിലാവും ഇവൻ മാക്സിമം എന്നെ വാശി കയറ്റി എനിക്ക് പണി തരാനുള്ള പുറപ്പാടാണെന്ന്. അവൻ അവന്റെ കൈ തന്നെ കട്ടിച്ചു പറിച്ച് അവന്റെ ദേഷ്യം അമർത്തി പിടിക്കും. കാം ഡൗൺ ആയി കറക്റ്റായിട്ട് ആലോചിച്ച് കിബ കയ്യിൽ ബ്ലേഡ് എടുക്കുമ്പോ കാക്കാഷിക്ക് മനസ്സിലാവും അവൻ വളരെ കാമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അങ്ങനെ അവൻ പ്ലാൻ ചെയ്താല് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടപ്പന്റെ കാര്യത്തിൽ തീരുമാനാവും. ഇത് മനസ്സിലാക്കിയ കുട്ടപ്പനും വീണ്ടും വീണ്ടും അവനെ പ്രകോപിപ്പിക്കാൻ ആരംഭിക്കും. എന്താ കിബ, നീ ടെൻഷനായോ? ടെൻഷൻ ആവണ്ട, ഇനി കാണാൻ പോകുന്നതാണ് എന്റെ സ്പെഷ്യൽ ടെക്നിക് എന്ന് പറയുമ്പോ എല്ലാവരും അവനെ ഉറ്റുനോക്കും. കിബ ആവട്ടെ ഇവൻ വെറുതെ എന്നെ വട്ടാക്കുകയാണെന്ന് മനസ്സിലാക്കി വീണ്ടും മുമ്പോട്ട് വരുമ്പോ കുട്ടപ്പനാവട്ടെ എന്തായാലും നീ എന്റെ ടെക്നിക് കാണാൻ പോവല്ലേ, ദാ കണ്ടോന്ന് പറഞ്ഞ് വീണ്ടും എന്തൊക്കെയോ കാണിക്കും. സോ നീ എന്നെ വീണ്ടും ടെൻഷനാക്കാൻ നോക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് അവൻ കൈ കടിച്ചു പിടിച്ച് ബ്ലേഡ് പുറത്തെടുത്ത് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനെ അടിക്കാൻ വരുമ്പോ ഇത് കണ്ട് ടെൻഷനായ നറൂട്ടോ കുട്ടപ്പനാവട്ടെ നിലവിളിച്ച് കരയാൻ തുടങ്ങും. നോ എന്നൊച്ച വെച്ച് അവൻ അവിടേക്കും ഇവിടേക്കും ചാടിയും മറിഞ്ഞൊക്കെ എസ്കേപ്പ് ആവുമെങ്കിലും അവസാനമായിട്ട് യമകണ്ഠൻ ജിപ്സുമായിട്ട് വരുന്ന കണ്ട കിബയെ കാണുമ്പോ നമ്മുടെ പുള്ളിക്കാരനാവട്ടെ ഒന്നും ചെയ്യാതെ വിറങ്ങലിച്ച് നിൽക്കും. പറന്നു വന്ന് കറങ്ങി നറൂട്ടോ കുട്ടപ്പനിട്ട് ഒരൊറ്റ അടി തല തെറിച്ച് ബോധം കെട്ട് വീഴുമ്പോ ബാക്കിയുള്ളവരെല്ലാവരും ഇതോടെ നറൂട്ടോ കുട്ടപ്പന്റെ കാര്യത്തില് തീരുമാനമായെന്ന് ചിന്തിക്കും. കരടിത്തലേനും നറൂട്ടന്റെ കാറ്റ് പോയെന്ന് ചിന്തിക്കുമ്പോ സാക്കുറാവട്ടെ നറൂട്ടോ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്താൻ ശ്രമിക്കും. വളരെ കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് നമ്മുടെ നറൂട്ടോ എഴുന്നേറ്റ് നിന്ന് ചക്രാസ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ കിബയുടെ അടുത്തൊരു വലിയ അടിയും അവന്റെ മോന്തയ്ക്ക് വീഴും. തെന്നി അടിച്ച് വീഴുമ്പോ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പൊ നറൂട്ടോ കുട്ടന്റെ മേലെയുള്ള കോൺഫിഡൻസ് കുറഞ്ഞു വരും. കിബ അവന്റെ കയ്യിലെ നഖം നീട്ടി നറൂട്ടോ കുട്ടപ്പനെ മാന്തി പറിക്കുമ്പോ ഒരു രക്ഷയില്ലാതെ നറൂട്ടോ അവനെ വലിച്ചെറിയും. പക്ഷെ കിബയ്ക്ക് ഒരു പോറല് പോലും ഏക്കില്ല. രക്തം ചിന്തി ഒലിച്ചിറങ്ങി നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ എഴുന്നേറ്റ് നിന്ന് ഇനി എന്റെ ജിപ്സു നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൈ മടക്കി വെച്ച് ജിപ്സു എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ കിബ ആവട്ടെ വീണ്ടും അവന്റെ നേർക്ക് വരും. കിബ ഓടി വരെ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അവന്റെ ചക്രാസ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഓടി വന്ന് കറങ്ങി ഒരൊറ്റ അടി. ആ ഒരു അടിയില് നറൂട്ടോ കുട്ടപ്പൻ എന്നേക്കായി തീർന്നു എന്ന് വിചാരിക്കുമെങ്കിലും വീണ്ടും അവൻ മുക്കി എഴുന്നേറ്റ് നിൽക്കും. ഈ ഡെഡ് ബോഡി ഇനിയും ചത്തില്ല എന്ന് പറഞ്ഞ് കിബ അവന് നേർക്ക് വിരൽ ചൂണ്ടുമ്പോ നാളെയാവട്ടെ ഞാനായിരുന്നു കിബയുടെ സ്ഥാനത്തെങ്കില് ഇപ്പോ തീർച്ചയായിട്ടും തളർന്നു വീണിട്ടുണ്ടാവും. നറൂട്ടോയ്ക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല. അവൻ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എങ്ങനെയെങ്കിലും ജയിക്കാനായിട്ട് അവൻ വീണ്ടും കിബയുടെ വീക്ക് പോയിന്റ് അന്വേഷിക്കാൻ തുടങ്ങും. നീ ഇത്രയൊക്കെ അടിച്ചിട്ടും എനിക്കൊരു പോറല് പോലും പറ്റിയിട്ടില്ല. വായിക്കൂടെ വരുന്ന ബ്ലഡ് അത് നീ കാര്യമാക്കണ്ട. നേരത്തെ ഇളകിയിരുന്ന ഒരണപ്പല് തെറിച്ചു പോയതാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇനിയും ഫൈറ്റ് ചെയ്യുന്നു പറയുമ്പോ നമ്മുടെ കിബയ്ക്ക് മനസ്സിലാവും ഇനി ഒരട്ടി കൂടെ കിട്ടിയാല് നറൂട്ടോ കുട്ടപ്പൻ എന്നേക്കുമായിട്ട് കാഞ്ഞു പോകുന്നു. പക്ഷെ അവന്റെ നാവിന്റെ നീളത്തിന് മാത്രം യാതൊരു കുറവുമില്ല എന്ന് കിബ പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇത്ര നേരവും ഞാൻ നിന്നെ വെറുതെ വിട്ടു, അതെന്റെ വെറും കരുണ. ഇനി ഞാൻ ആരാണെന്ന് കാട്ടാം, എന്റെ പവർ എന്താണെന്ന് നിന്നെ ഞാൻ തിരിച്ചറിയിപ്പിക്കാന്ന് പറഞ്ഞ് പാമ്പിന്റെ ഫൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ നിൽക്കുമ്പോ കിബയാവട്ടെ അതിനൊരിക്കലും നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ നേർക്ക് വരുമ്പോ കുട്ടപ്പനാവട്ടെ തിരിഞ്ഞങ്ങോട്ട് നിൽക്കും. കറക്റ്റ് പൊസിഷനിൽ കിബ എത്തുമ്പോ വലിയൊരു ഗ്യാസ് ബോംബ് തന്നെ അവിടെ ഇട്ട് പൊട്ടിക്കും. നാറ്റമടിച്ച് ബോധം പോയി നമ്മുടെ കിബയാവട്ടെ തല കറങ്ങി താഴെ വീഴുമ്പോ ബാക്കിയുള്ളവരുടെ മാനം പോവും. അവനവന്റെ ബീസ്റ്റ് പവർ തന്നെ നശിപ്പിച്ചു എന്ന് കാക്കാഷി ചിന്തിക്കുമ്പോ ഇവിടെ ഇപ്പോഴും കിബയ്ക്ക് ആ ഒരു ഹാങ് ഓവർ വിട്ടു മാറിയിട്ടില്ല. കാരണം ഓൾറെഡി അവന് പവർ കൂടുതലാണ്. ഇപ്പോഴാണെങ്കിൽ ഡബിൾ പവറിലും ആ ഒരു സ്മെല്ല് വല്ലാതെ അവന് ടോളറേറ്റ് ചെയ്യിക്കുന്നോണ്ട് തന്നെ സ്റ്റേഷൻ കിട്ടാതെ നമ്മുടെ പാവം കിബ തല കറങ്ങി നടക്കുകയാണ്. എത്ര വലിയ അതിഭയങ്കര നിഞ്ചയാണെങ്കിലും ഇത്ര ഒരു ബോംബ് ഇട്ടാല് അവന്റെ ഫ്യൂസ് പോവും. ഇതാണ് ഗ്യാപ്പ്. പെട്ടെന്ന് അവനെ അടിച്ച് മലത്താനായിട്ട് സാക്കുറ വിളിച്ചു പറയുമ്പോ നറൂട്ടോ കുട്ടപ്പൻ വീണ്ടും കൈയൊക്കെ വെച്ച് ആക്ഷൻ കാണിക്കാൻ തുടങ്ങും. കുട്ടപ്പൻ ഷാഡോ ക്ലൗൺസ് യൂസ് ചെയ്ത് ഒരുപാട് കുട്ടപ്പന്മാരെ ഉണ്ടാക്കി അവനെ റൗണ്ട് ചെയ്യും. നാറ്റം കൊണ്ട് കണ്ണ് കാണാത്ത കിബയുടെ മോന്തക്കെട്ട് ആദ്യം കറങ്ങി ഒരു തൊഴി, പിന്നെ ആഞ്ഞൊരു ചവിട്ട്, കറങ്ങി മുകളിൽ പോയിട്ട് അവന്റെ തല തന്നെ ചവിട്ടി താഴ്ത്തും. ആ ഒരു ചവിട്ടില് കറങ്ങി അങ്ങനെ താഴെ വീണ് അവന്റെ പല്ല് 4 അവിടെ തന്നെ കൊഴിഞ്ഞു വീഴും. നറൂട്ടോടെ ഇജാതി പെർഫോമൻസ് കണ്ട് എല്ലാവരും വണ്ടറടിച്ച് നിൽക്കുമ്പോ കാക്കാഷി പറയും ഇത്ര നേരവും അവൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ന്യൂ ടെക്നിക്ക് തന്നെ ഇതാണ്.
അപ്പൊ കൂട്ടുകാരെ ടെക്നിക്ക് പിടികിട്ടിയല്ലോ, എന്നാ പൂശിക്കോ. ആക്ച്വലി ഇതിൽ പല സ്റ്റെപ്സും നമ്മുടെ സാസുക ടൈജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് വില്ലനെ അടിച്ചു തോൽപ്പിച്ച സ്റ്റെപ്സുകളാണ്. അത് നമ്മുടെ കുട്ടപ്പൻ അങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്ത് ഇവിടെ ഉപയോഗിച്ചു. ലീഡ് അടുത്തുനിന്ന് ആദ്യം സാസുക ആ ഒരു അടി കോപ്പി അടിച്ചു. ഇപ്പൊ ഇതാ സാസുകയുടെ അടുത്തുനിന്ന് നറൂട്ടോ കുട്ടപ്പനും അതേ അടി കോപ്പി അടിച്ച് കിബയുടെ കഥ കഴിച്ചു. റഫറി അവന്റെ അടുത്ത് വന്ന് അവന്റെ ഹാർട്ട് ബീറ്റ്സ് നോക്കുമ്പോ അത് വളരെയധികം ഡൗൺ ആണ്. ഇനി കിബയെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. സോ ദ വിന്നർ ഈസ് നറൂട്ടോ ഒസുമാക്കി എന്ന് പറയുമ്പോ ഇവിടെ സാക്കുറയ്ക്കും ലേയ്ക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും. ഹീനട്ട കുട്ടപ്പിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്നുണ്ടെങ്കിലും കിബ അവളുടെ ടീം ആയതുകൊണ്ട് തന്നെ മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കും. താൻ തോറ്റാലെ കുട്ടിക്കാരണം മറിയുന്ന നമ്മുടെ നറൂട്ടോ കുട്ടപ്പനെ ജയിച്ചാനുള്ള അവസ്ഥ എന്തായിരിക്കും? തീവാടാ സൗഖ്യഭാഗ്യ എന്നൊക്കെ പാട്ടൊക്കെ പാടി നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ തന്നെ ഇൻട്രോ കൊടുക്കുമ്പോ ഇവിടെ കുട്ടപ്പി ആവട്ടെ പേടിച്ച് അവനൊരു ഡെപ്പ കൊടുക്കും. ഇതെന്തടപ്പനെന്ന് പറഞ്ഞ് അവനത് തുറച്ചു നോക്കുമ്പോ മാസ്റ്റർ കുർണോ ആവട്ടെ, അത് നീ വാങ്ങിക്കോ, നിനക്ക് വേണ്ടി അവള് കരുതി വെച്ചതാണ്, അതുപയോഗിച്ചാല് നിന്റെ വേദനയൊക്കെ മാറുമെന്ന് അവള് പറയും. എനിക്കോ? താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് ആ ഒരു ഓയിൽമെന്റ് മേടിക്കുമ്പോഴായിരിക്കും കുറുണയ്ക്ക് മനസ്സിലാവുക നമ്മുടെ കുട്ടപ്പിക്ക് കുട്ടപ്പനോട് ഒരു ലൈൻ ഉണ്ടെന്ന്. പോരാത്തതിന് നമ്മുടെ ആള് കാണും പോലെ അവന്റെ പവർ അത്ര ചെറുതല്ല. ഒരുപാട് കൊണസ്റ്റ് വിദ്യയും നല്ല പവറും അതിനപ്പുറമായിട്ട് തൊലിക്കെട്ടിയും നമ്മുടെ ആൾക്കുണ്ട്. ഒരു സൈഡില് കിബേനെ തൂക്കിക്കൊണ്ട് പോകുമ്പോ നമ്മുടെ കുട്ടപ്പൻ ഇവിടെ ഓയിൽമെന്റ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നെജി യുദ്ധം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മനസ്സിൽ പറയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു കുട്ടപ്പന്റെ അടിയും ബോംബിടലും? ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കുട്ടപ്പന്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.